ഇത് ഇല കറി വയ്ക്കുന്ന ചേമ്പ്. ഇത് കിഴങ്ങെടുക്കുന്ന ചേമ്പ്. ഒരുപാട് വളർന്നു വലുതായിപ്പോയി. ചേമ്പില കഴുകാവുന്ന ഇല രണ്ടിങ്ങനെ മിക്സാക്കി തുറന്ന് വെക്കണം. ഇല വെന്ത് കഴിയുമ്പോൾ തേങ്ങ ചേർക്കണം, ഉപ്പ് ചേർക്കണം, മഞ്ഞൾ ചേർക്കണം. ചീരക്കകത്ത് തേങ്ങ വെന്തിട്ട് ഇതിലേക്കൊരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നു. മുട്ട ചേർത്ത് ചീരത്തോടി മുട്ട ഒന്നും പൊട്ടിച്ചൊഴിച്ച് ചിക്കൻ ചേർക്കുന്നത്. മുട്ട ചേർത്ത് ഇലത്തോടി സാമ്പാറിലുള്ള കഷ്ണിലേക്ക് ഉപ്പ്, മഞ്ഞൾ, സാമ്പാർ പരിപ്പ് ചേർക്കാം. എന്നിട്ട് മുളക് പൊടി ചേർക്കാം. തിളപ്പിച്ചിട്ട് പുളി ചേർക്കണം. പൊടികൾ ചേർത്തിളക്കി തിളപ്പിക്കണം. പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞിരുന്നു. സാമ്പാറിൽ പുളി പിഴിഞ്ഞൊഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക്, ഉള്ളി, കറിവേപ്പില, ഉലുവ ഇതൊക്കെ കടുക് പൊട്ടുക. സാമ്പാർ തിളച്ച് കടുക് പൊട്ടുക. സാമ്പാറിലേക്ക് ഉള്ളി, ഉലുവ, കടുക്, കറിവേപ്പിലയൊക്കെ എടുത്ത് കഴുകി കുറച്ച് വെള്ളം വെച്ച് മുട്ട കറി വെക്കാനുള്ള സബോള നോക്കിക്കൊണ്ടിരിക്കുന്നു. മുട്ടയ്ക്കുള്ള പൊടികൾ ചേർക്കും. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് ചേർത്ത് വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് പൊട്ടറ്റോയും മുട്ടയും ഇടാം. അപ്പത്തിനുള്ള കറി. പൊട്ടറ്റോ പൊടിച്ച് മുട്ട പൊടിച്ച് വെച്ചു. ഇതിലേക്ക് പൊട്ടറ്റോ പൊടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നു. ഇനി ഇതിലേക്ക് മുട്ട പൊളിച്ചെടുക്കും.
വെണ്ട പൂത്തു. രണ്ടാമത്തെ കാ കുടുംബശ്രീന്ന് വിത്ത് കൊണ്ടുപോയിട്ട് പാവൽ പൂത്തു കായ്ച്ചില്ല. 2 ചോട് പാവൽ, 2 വെണ്ട.